എല്ലാവർക്കും വിനീതം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 44, 45, 46, 47, 48, 49 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 14-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുരൂരവസ് ഉർവശി ഉർവശി ഉർവശി, ധ്യാനിക്കുന്നത് ഉർവതി, ജപിക്കുന്നത് ജപക്ക ഉർവശി ഉർവശി എന്നാണ്. ധ്യാനം ഉർവശിയെ മാത്രമാണ്. അങ്ങനെ അദ്ദേഹം യാഗം ചെയ്യണം ഉർവശിയെ, സ്വർഗത്തിൽ ചെന്നിട്ട് ഉർവശിയെ ലഭിക്കാൻ വേണ്ടിയിട്ട്. ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 44, 45, 46 ഈ 3 ശ്ലോകത്തിന്റെയും അർത്ഥം ഒന്നിച്ചാണ് പറയണത്. ധാലിസ്ഥാനംഗതോശ്വത്ഥം ശമീഗർഭം വിലക്ഷ്യസ തേന ദ്വേ അരണീകൃത്വാ ഉർവശീ ലോകകാമ്യയാ ഉർവശീം മന്ത്രതോധ്യായൻ അധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തൽ പ്രജനനം പ്രഭു തസ്യ നിർമന്ധനാജാതോ ജാതവേദാ വിഭാവസു ത്രയ്യാസ വിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃത്. താലിസ്ഥാനം ഗത സ, താലിസ്ഥാനത്തെ പ്രാപിച്ച അവൻ ശമീഗർഭം അശ്വത്ഥം, ശമിയുടെ അന്തർഭാഗത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്ന അശ്വത്ഥത്തെ വിലക്ഷ്യ കണ്ടിട്ട് തേന അതിനെ കൊണ്ട് ദ്വേ അരണീകൃത്വ 2 അരണികളെ ഉണ്ടാക്കിയിട്ട് ഉർവശീ ലോകകാമ്യ ഉർവശീ ലോകത്തിൽ ആഗ്രഹത്തോടുകൂടി അധരാരണിയും താഴെയുള്ള അരണിയെ ഉർവശിയും ഉർവശിയായിട്ടും ഉത്തരാം മീതെയുള്ളതിനെ ആത്മാനം ആത്മാവായിട്ടും അതായത് താൻ തന്നെയായിട്ടും ഉഭയോഹോ മധ്യേ യത് തത് രണ്ടിന്റെയും മധ്യത്തിൽ യാതൊന്നോ അതിനെ പ്രജനനം പുത്രനായിട്ടും മന്ത്രത ധ്യായൻ പ്രഭു മന്ത്രപൂർവം ധ്യാനിക്കുന്ന പ്രഭുവായ പുരൂരവസ് അങ്ങനെ മഥനം ചെയ്തു. തസ്യ നിർബന്ധനാൽ അതിന്റെ നിർബന്ധനത്തിൽ നിന്ന് ജാതവേദാഹ ജാതമായ വേദത്തോടുകൂടിയ വിഭാവസു അഗ്നി ജാത ജനിച്ചു. ത്രയ്യ വിദ്യ വേദവിദ്യ കൊണ്ട് ത്രിവൃത് സഹ 3 വിധമായ അഗ്നി രാജ്ഞ രാജാവിനാൽ പുത്രത്വേ കൽപ്പിത പുത്രസ്ഥാനത്തിൽ കൽപ്പിക്കപ്പെട്ടു. അനന്തരം രാജാവ് അഗ്നിസ്ഥാലിയെ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാനത്ത് ചെന്ന് നോക്കി. അപ്പോ കാട്ടിൽ ഉപേക്ഷിച്ചു വന്നിരിക്കുകയായിരുന്നല്ലോ ആ അഗ്നി പാത്രം. അതിന്റെ മധ്യത്തിൽ നിന്ന് അഗ്നിസ്ഥാലയുടെ മധ്യത്തിൽ നിന്ന് ഒരു ആലുവൃക്ഷം ഇങ്ങനെ മുളച്ചു വന്നിങ്ങനെ നിൽക്കണം. അത് കണ്ടു. അപ്പൊ മനസ്സിലായി ഈ അശ്വത്ഥത്തിന്റെ അന്തർഭാഗത്തില് അഗ്നിയുണ്ടെന്ന് രാജാവിന് മനസ്സിലായി. അപ്പൊ അതിൽ നിന്ന് അഗ്നിയെ ഉത്ഭവിപ്പിക്കണം. അത് എന്തായിരിക്കും അതിന്റെ മാർഗം? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹൃദയത്തിൽ തന്നെ ആ മാർഗം അങ്ങോട്ട് സ്ഫുരിച്ചു എന്നാ പറയണത്. അങ്ങനെ ആ അശ്വത്ഥത്തിൽ നിന്ന് 3 കഷ്ണം മുറിച്ചുണ്ടാക്കി. ഒന്നിനെ താഴത്തും മറ്റൊന്നിനെ മുകളിലും മൂന്നാമത്തേതിനെ രണ്ടിന്റെയും മധ്യത്തില് കടകോലിന്റെ നിലയിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെ അഗ്നിയെ ജനിപ്പിക്കുന്ന ഈ അശ്വത്ഥ ഖണ്ഡങ്ങൾക്ക് ഈ ആലിന്റെ ഈ വിറകൾക്ക് അരണി എന്ന് പേര്. നമ്മൾ ഇതില് ഇവിടെ യജ്ഞം നടക്കുമ്പോ അരണി കടയണത് കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിങ്ങനെ മരക്കഷ്ണങ്ങൾ വരച്ച് അതിന്നിങ്ങനെ അഗ്നി ഉണ്ടാവും. യജ്ഞത്തിൽ അങ്ങനെ ഉണ്ടാക്കുള്ളൂ, അല്ലാതെ വേറെ തീപ്പെട്ടിയോ അല്ലെങ്കിൽ മറ്റേതുകൊണ്ടൊന്നും കത്തിക്കില്ല. അതുകൊണ്ട് തന്നെ അഗ്നി ഉണ്ടാവും അരണി കടഞ്ഞിട്ട്. അപ്പൊ ഈ അരണി ഇങ്ങനെ കടഞ്ഞിട്ട് താഴത്തെ അരണിയെ ഉർവശിയായിട്ടും മീതെയുള്ള അരണിയെ തന്റെ സ്വരൂപമായിട്ടും നടുവിലുള്ള സന്ധാരണിയെ പുത്രനായിട്ടും മന്ത്രപൂർവ്വം അങ്ങോട്ട് ധ്യാനിച്ച് മഥനം ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിന്റെ ആ ഉർവശിയെ കിട്ടണം എന്നുള്ള മോഹം കൊണ്ട് നിരന്തരം അങ്ങനെ കടഞ്ഞപ്പോ അതിൽ നിന്ന് അഗ്നി ജനിച്ചു. ഈ അഗ്നിക്ക് ഇഹത്തിലും പരത്തിലും ലഭിക്കാവുന്ന വേദത്തെ, ധനത്തെ, ആ ഭോഗ്യപദാർത്ഥങ്ങളെ മുഴുവനും സമ്പാദിച്ചു കൊടുക്കാനുള്ള മഹാത്മ്യമുണ്ട്. അതുകൊണ്ട് ജാതവേദസ് എന്ന പേരുണ്ടായി ഈ അരണിക്ക്. അതാണ് എല്ലാം വേദം, ധനം, ഇഹത്തിലുള്ള ഭോഗസുഖങ്ങളെല്ലാം വേദം, ധനം. അഥവാ ഇതിൽ നിന്നും ധനം ലഭിക്കും വേദത്തിൽ നിന്ന്. അതുകൊണ്ട് ജാതവേദസ് എന്നർത്ഥം. അഗ്നിയെ ഉത്ഭവിപ്പിക്കുന്ന സമ്പ്രദായം 3 വിധത്തിലുള്ള സംസ്കാര കർമ്മത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അഗ്നിക്കും ത്രൈവിധ്യം സിദ്ധായി. അതായത് 3 കാര്യങ്ങൾ: ആഹവനീയം, ഗാർഹ്യപത്യം, ദക്ഷിണാഗ്നി എന്ന 3 നാമധേയങ്ങൾ കൊണ്ട് അഗ്നിയെ അങ്ങനെ വ്യവഹരിക്കണം. അഗ്നിഹോത്ര കർമാനുഷ്ഠാനം
കർമാനുഷ്ഠാനത്താൽ സ്വർഗലോകം ലഭിക്കും. അത് പറയണ്ടല്ലോ, അഗ്നിഹോത്രം ചെയ്ത സ്വർഗം ലഭിക്കുന്നു. അപ്പോ രാജാവ് അത് മനസ്സിലാക്കിയിട്ടുള്ള രാജാവ് അഗ്നിയെ തന്റെ പുത്രനായിട്ട് അങ്ങോട്ട് കൽപ്പിച്ചു. അങ്ങനെ അഗ്നിഹോത്രം കൊണ്ട് വൃഷ്ടിയും അതിൽ നിന്ന് ധാന്യങ്ങളും ഉണ്ടാകും. വൃഷ്ടി, മഴ പെയ്യും അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ? അവസാനം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യാഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ധാന്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അഗ്നിയിൽ നിന്ന് ധനവും ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ധാന്യങ്ങൾ ഉണ്ടാവും, സകല സമ്പത്തുകളും ഉണ്ടാവും. പിന്നെ ഇതാ വീണ്ടും തേനാ അയജതയജ്ഞേശം ഭഗവന്തമഥോക്ഷജം ഉർവശീലോകമന്വിച്ഛൻ സർവദേവമയം ഹരിം. ഉർവശീലോകം അന്വിച്ഛൻ, ഉർവശി ലോകത്തെ ആഗ്രഹിക്കുന്നവനായിട്ട്, തേന അതിനെ കൊണ്ട്, യജ്ഞേശം യജ്ഞഫലദാതാവും, ഭഗവന്തം ഭഗവാനും, അഥോക്ഷജം ഇന്ദ്രിയജന്യജ്ഞാനത്തിന് വിഷയമല്ലാത്തവനും, സർവദേവമയം സർവദേവസ്വരൂപനുമായ ഹരിം ഹരിയെ അയജത യജിച്ചു. അങ്ങനെ ഉർവശി ലോകം ലഭിക്കണം, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി എന്തും ചെയ്യും. അങ്ങനെ ആ പുരൂരവസ് ഉർവശി കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ അഗ്നി കൊണ്ടുള്ള കർമ്മം കൊണ്ട് യജ്ഞങ്ങളുടെ ഫലദാതാവും, ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞവനും, ഇന്ദ്രാദി സർവദേവസ്വരൂപനും, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനും, ഭക്തന്മാരുടെ സമസ്ത സന്താപങ്ങളെയും സംഹരിച്ച് അനുഗ്രഹിക്കുന്നവനുമായ ആ ശ്രീഹരിയെ ആരാധിച്ചു. അത്രയും നന്നായിട്ട് അദ്ദേഹം ചെയ്തു. ഭഗവാനെ അവരോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് ചെയ്തു. അത് പിന്നെ ഭഗവാൻ അതിന്റെ ഫലം കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് വിചാരിച്ചതെന്ന് യജ്ഞം ചെയ്താൽ അത് സാധിക്കും. അതാണ് ഏകയേവ പുരാവേദ പ്രണവ സർവം വാങ്മയ ദേവോ നാരായണോ നാന്യ ഏകോ നിർവർണയേവ ച പുരൂരവസ ഏവാസിൽ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജാ ലോകം ഗന്ധർവമേയിവാൻ. പുരാ പണ്ട്, വേദം വേദം ഏകയേവ ഒന്നു തന്നെ, സർവവാങ്മയ സർവവാക്കുകളുടെ സ്വരൂപമായ, പ്രണവ പ്രണവം, ദേവ ദേവൻ, നാരായണ ഏകയേവ നാരായണൻ ഏകം തന്നെ, ന അന്യ അന്യനില്ല, അഗ്നി ഏക അഗ്നി ഒന്ന്, വർണ്ണ ഏക ജാതി ഒന്ന്, ത്രേതാമുഖേ ത്രേതായുഗത്തിന്റെ ആരംഭത്തില്, പുരൂരവസ പുരൂരവസിൽ നിന്ന്, ത്രയീ 3 വേദം ആസീത് ഉണ്ടായി, അഗ്നിനാ പ്രജയ അഗ്നിയാകുന്ന സന്താനത്താൽ, ഗാന്ധർവം ലോകം ഗന്ധർവലോകത്തെ, രാജാവ് ഏയിവാൻ പ്രാപിച്ചു. അനാദിസിദ്ധമായിട്ടുള്ള വേദോക്ത കർമാനുഷ്ഠാനം അടുത്ത കാലത്തുണ്ടായ വിധത്തിൽ വർണ്ണിക്കുന്നത് കേട്ടിട്ട് പരീക്ഷിത്ത് രാജാവ് ആശ്ചര്യമായി. ഇത് എന്തൊരു അത്ഭുതം! അത് മനസ്സിലാക്കിയ ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജൻ, പണ്ട് ബ്രഹ്മകൽപ്പത്തിന്റെ പ്രഥമ സത്യയുഗത്തില് പ്രണവം ഒന്ന് മാത്രമാണ് വേദം ആയിരുന്നത്. ശ്രീനാരായണൻ ഏകൻ മാത്രമാണ് ദേവൻ, അന്യദേവൻ ഇല്ല. ബ്രഹ്മകൽപ്പത്തിന്റെ ആ സമയത്ത് സത്യയുഗത്തില് ആ വർണ്ണത്തിന് അന്യദേവനില്ല. അഗ്നിയും ഒന്ന് മാത്രം, അഗ്നിയും ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ലൗകിക അഗ്നി തന്നെയാണ്. വർണ്ണവും ഒന്ന് മാത്രം, അന്നത്തെ കാര്യം പറയണം. ആ വർണ്ണത്തിന് ഹംസം എന്നു പേര്. പക്ഷേ ത്രേതായുഗത്തിന്റെ ആരംഭത്തില് പുരൂരവസിന്റെ ഹൃദയത്തിൽ നിന്ന് അനാദിയായ വേദത്രയവും അഗ്നിത്രയവും പ്രകടമായിട്ടാണ് ഭവിച്ചു. വേദത്രയം ഉണ്ടായി, അഗ്നിത്രയവും ഉണ്ടായി പുരൂരവസിന്റെ ഹൃദയത്തിൽ നിന്ന്. വേദാദികളൊക്കെ അനാദികൾ തന്നെയാണല്ലോ. സത്യയുഗത്തില് അത് പ്രകടമായിരുന്നില്ല. പക്ഷേ ത്രേതായുഗത്തില് അത് പ്രകടമായിട്ട് പ്രാപിച്ചു. അങ്ങനെ പുരൂരവസ് പുത്രസ്ഥാനീയനായ അഗ്നി കൊണ്ട് ശ്രീഹരിയെ യജിച്ചിട്ട് ഗന്ധർവലോകത്തെ പ്രാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അതിനുള്ള ഫലം കിട്ടി. ആ പുത്രസ്ഥാനത്താണല്ലോ അഗ്നിയെ സങ്കല്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ആ ഉർവശി താമസിക്കുന്ന ഗന്ധർവലോകത്തില് അദ്ദേഹത്തിന് പോവാൻ സാധിച്ചു, അങ്ങനെ യജ്ഞം ചെയ്തത് കൊണ്ട്. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ഐളവൃത്ത നിരൂപണം നാമ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 14ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദത്തില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.